അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് കുറച്ച് നാളുകളായി തന്നെ ആഗ്രഹിക്കുന്നതാണ് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ച് എങ്ങനെയെങ്കിലും സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടാൻ വേണ്ടി. പക്ഷെ അത് നടക്കുന്ന സ്ഥിതി ഇപ്പോൾ കാണുന്നില്ല. ഇപ്പോൾ ഏറ്റവും അവസാനം അതിൽ ഇടപെടുകയാണ് നരേന്ദ്രമോദിയും ഫ്രാൻസും. അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകളും പുരോഗമിക്കുകയാണല്ലോ. തീർച്ചയായിട്ടും ഈ ഫ്രാൻസ് ഒരു നാറ്റോ രാഷ്ട്രമാണ്. നമുക്കറിയാം ഫ്രാൻസും ഇന്ത്യയുമായിട്ട് വലിയ സഹകരണമാണ്. റഫേലിൻ്റെയൊക്കെ കാര്യത്തിൽ നമ്മളത് കണ്ടതാണ്. മാത്രമല്ല ഇപ്പോൾ ഇന്ത്യയിൽ 2026 ഫെബ്രുവരിയിൽ ഒരു വലിയ ഉച്ചകോടി നടക്കാൻ പോവുകയാണ്. AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ സംബന്ധിക്കുന്ന ആ ഉച്ചകോടിയിലേക്ക് ഫ്രഞ്ച് പ്രസിഡന്റിനെ ഇന്ത്യ ക്ഷണിച്ചു. നരേന്ദ്രമോദി ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അത് ആ ക്ഷണം സ്വീകരിച്ച് ഇന്ത്യയിൽ വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. നമ്മുടെ ഫ്രഞ്ച് പ്രസിഡന്റ് അദ്ദേഹം ഇമ്മാനുവൽ മക്രോണി. ഈ മക്രോണി പലപ്പോഴും നമുക്കറിയാം പല രാജ്യാന്തര വിഷയങ്ങളിലും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഇന്ത്യക്കൊപ്പമാണ്. അദ്ദേഹം പറയുന്നത് പലപ്പോഴും ഇന്ത്യ എന്തു പറയുന്നു അത് അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം എന്നൊരു നിലപാട് സ്വീകരിക്കുന്ന ആളാണ് ഫ്രഞ്ച് പ്രസിഡന്റ്. പ്രത്യേകിച്ചും ഈ ഇസ്ലാമിക ഭീകരതയെ നേരിടുന്ന കാര്യത്തിൽ ഫ്രാൻസിൽ ഇപ്പൊ അതൊരു വലിയ വെല്ലുവിളിയാണ്. ഫ്രാൻസ്, ജർമ്മനി, ബ്രിട്ടൻ കണ്ടല്ലോ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഫ്രാൻസിലെ ഒരു പള്ളിയിൽ, ക്രിസ്ത്യൻ പള്ളിയിൽ വലിയ രീതിയിൽ സ്ഫോടനം നടന്നു. അങ്ങനെ ഇരയായത് കൂടി ഉള്ളത് കൊണ്ടല്ലേ അവർ ഇത്രയും കർശനമായ. തീർച്ചയായിട്ടും ഈ നാറ്റോ രാഷ്ട്രമായിട്ട് പോലും അവർക്ക് ഈ ഭീകരതയെ നേരിടുന്നതിൽ അവർക്ക് വലിയ സഹായം ഇന്ത്യയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യ അവർക്കൊപ്പം ഈ കാര്യത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഫ്രാൻസ് എന്ത് വില കൊടുത്തും ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദം സംരക്ഷിക്കുകയും കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്നത്. ഇപ്പോഴിതാ ഉക്രൈൻ്റെ വിഷയത്തിൽ നമുക്കറിയാം, ഉക്രൈൻ്റെ വിഷയത്തിൽ ഫ്രാൻസ് ഒരു പരസ്യ നിലപാടെടുത്ത് രംഗത്ത് വന്നിരുന്നില്ല നേരത്തെ. കാരണം റഷ്യയുമായിട്ടും ഒക്കെ അവർ അത്യാവശ്യം നല്ല സഹകരണത്തിലാണ്. യൂറോപ്പിന് പ്രകൃതിവാതകം വേണം. പ്രകൃതിവാതകം റഷ്യയിൽ നിന്ന് ലഭിച്ചാൽ മാത്രമേ അവർക്ക് ഈ തണുപ്പിനെ അകറ്റാനുള്ള ഹീറ്ററുകൾ പ്രവർത്തിപ്പിക്കാൻ കഴിയും. എല്ലാ വീടുകളിലേക്കും കുറഞ്ഞ ചെലവിൽ പ്രകൃതിവാതകം എത്തിക്കാനാണ് യൂറോപ്യൻ രാജ്യങ്ങൾ എല്ലാവരും ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് പ്രത്യക്ഷത്തിൽ അമേരിക്ക പറയുന്നത് പോലെ ഉക്രൈനെ പിന്തുണച്ച് റഷ്യക്കെതിരെ രംഗത്ത് വരാൻ അവർക്ക് സാധിക്കില്ല. റഷ്യയിൽ നിന്ന് വളരെ കൃത്യമായിട്ട് പ്രകൃതിവാതകം പൈപ്പ് ലൈനിലൂടെ അവിടെ എത്തുന്നു. അത് യൂറോപ്യൻ രാജ്യങ്ങൾ പലർക്കും അത് ഒഴിച്ചുകൂടാനാകില്ല. അത് ഒരു വിഷയം. അതുപോലെ തന്നെ ഈ നാറ്റോ രാഷ്ട്രങ്ങളൊക്കെ, ഈ നാറ്റോ സഖ്യരാഷ്ട്രങ്ങളെല്ലാം ഉക്രൈൻ പ്രതീക്ഷിച്ചിരുന്നത് റഷ്യക്കെതിരായ യുദ്ധത്തിൽ ഇവരെല്ലാം ഉക്രൈനൊപ്പം അണിചേരുമെന്നാണ്. അങ്ങനെ ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രാൻസിനെ സംബന്ധിച്ച് ഈ റഷ്യ ഉക്രൈൻ പോര് എത്രയും പെട്ടെന്ന് ആ സംഘർഷം അവസാനിപ്പിക്കണം എന്ന് ഇവർക്കും താല്പര്യമുണ്ട്. പക്ഷെ അതിനുവേണ്ടി റഷ്യയുടെ പുറത്ത് അങ്ങനെ സമ്മർദ്ദം ചെലുത്താൻ ഫ്രാൻസിന് കഴിയില്ല. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഒന്നിനും കഴിയില്ല. ഇവിടെയാണ് നരേന്ദ്രമോദിയുടെ നയതന്ത്രം വിജയിക്കുന്നത്. നരേന്ദ്രമോദിക്ക് റഷ്യൻ പ്രസിഡന്റിന്റെ മേൽ വലിയ സ്വാധീനമുണ്ട്. അപ്പോൾ ഒരു ഉഭയകക്ഷി ചർച്ചയിലൂടെ ഇത് പരിഹരിക്കാൻ സാധിക്കുമെന്ന് ഫ്രാൻസ് കരുതുന്നു, മക്രോണി കരുതുന്നു. ഇമ്മാനുവൽ മക്രോണി അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയുമായിട്ട് ചേർന്ന് ഈ ഉക്രൈൻ റഷ്യ സംഘർഷം പരിഹരിക്കാൻ വേണ്ടുന്ന ചില നയതന്ത്ര ഉഭയകക്ഷി ചർച്ചകളിലേക്ക് കടക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിനെ സംബന്ധിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്ന വിവരം ശരിയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ട്രംപിനല്ല നരേന്ദ്രമോദിക്കായിരിക്കും ഉക്രൈൻ റഷ്യ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ആ ദൗത്യം നരേന്ദ്രമോദിയുടെ ചുമലിലേക്ക് വന്നു ചേരും എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഫ്രാൻസ് ഈ പറഞ്ഞതുപോലെ ഫ്രാൻസിൻ്റെ സഹായത്തോടുകൂടി, ഫ്രാൻസ് പറഞ്ഞാൽ ഉക്രൈൻ അനുസരിക്കും. ഒരു പരിധിവരെ ഈ പറഞ്ഞതുപോലെ റഷ്യയെ ഈ സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവരാൻ ഇന്ത്യയും ഫ്രാൻസും ചേർന്ന് ശ്രമിച്ചാൽ അതും വിജയിക്കും. അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു സമാധാന കരാർ ഉണ്ടാക്കി ഉക്രൈൻ റഷ്യ സംഘർഷം അവസാനിപ്പിക്കാൻ കഴിയും. താൽക്കാലികമായി വെടിനിർത്തലൊന്നും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ശാശ്വതമായ ഒരു സമാധാന കരാറാണ് അവിടെ ഉണ്ടാകേണ്ടത്. ആ സമാധാന കരാറിലേക്ക് സമ്മർദ്ദം ചെലുത്താൻ, റഷ്യയുടെ മേൽ സമ്മർദ്ദം ചെലുത്താൻ ഇന്ത്യക്കും സാധിക്കും, ഫ്രാൻസിനും. രണ്ടുപേരും ഒരുമിച്ചാൽ അത് സാധിക്കും.
ഉക്രൈൻ അന്തം വിട്ട് നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാ സമ്പൂർണമായ ഒരു നാശത്തിലേക്ക് ഉക്രൈൻ പോയി കഴിഞ്ഞു. ആ ഉക്രൈൻ്റെ ധാതു സമ്പത്ത് മുഴുവനും കൊള്ളയടിക്കാൻ അമേരിക്ക രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ നേരത്തെ ചെയ്ത സഹായങ്ങളുടെ പേരിൽ ഈ ഉക്രൈൻ ആ ആയുധങ്ങൾ വാങ്ങാനും മറ്റുമുള്ള പണം, സൈനിക നീക്കത്തിനും മറ്റുമായിട്ട് അമേരിക്ക വലിയ ധനസഹായമാണ്, എയ്ഡാണ് കൊടുത്തത്. ആ ധനസഹായം തിരിച്ചു കൊടുക്കണം, കടമാണ്. അത് തിരിച്ചു കൊടുക്കാൻ ഉക്രൈന് സാധിക്കില്ല. അതിന് പകരം ചെയ്യുന്നത് ഉക്രൈനിൽ വലിയ ധാതു സമ്പത്തുക്കളുണ്ട്, മിനറൽസ് ഉണ്ട്, അത് അമേരിക്ക കൊണ്ടുപോകും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഉക്രൈനെ സംബന്ധിച്ച് ഒരു നിലനിൽപ്പുണ്ടാകണമെങ്കിൽ ഇപ്പോൾ റഷ്യയുമായിട്ടുള്ള സംഘർഷം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം. അത് അവസാനിപ്പിച്ചാൽ മാത്രം പോരാ, സുശക്തരായ സുഹൃത്തുക്കൾ അത് വേണം. അതിനിപ്പോൾ സെലൻസ്കി കാണുന്നത് ഒന്ന് നരേന്ദ്രമോദിയെയും മറ്റൊന്ന് ഇമ്മാനുവൽ മക്രോണിയെയുമാണ്. അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യ ഫ്രാൻസ് സഖ്യം അല്ലെങ്കിൽ ഇന്ത്യ ഫ്രാൻസ് ജോയിന്റ് വെഞ്ചർ മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ കണ്ടീഷനുകളെയും മാനദണ്ഡങ്ങളെയും ഉക്രൈൻ സ്വീകരിക്കും, അനുസരിക്കും. റഷ്യ ഈ പറഞ്ഞതുപോലെ റഷ്യയ്ക്കും കച്ചവടം വളരെ പ്രധാനമാണ്. വ്യാപാരം നഷ്ടപ്പെട്ടാൽ ഈ പറയുന്നത് പോലെ യൂറോപ്പുമായിട്ടുള്ള വ്യാപാരം, അതിനുമൊക്കെ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയതാണ്. പക്ഷെ അതൊന്നും അവിടെ വില പോകില്ല. കാരണം ഇവർക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സാധനം അത് എവിടുന്ന് കിട്ടുമോ അവിടുന്ന് വാങ്ങും മനുഷ്യൻ. കാരണം അവൻ്റെ ജീവസന്ധാരണത്തിന്, ജീവൻ നിലനിർത്താനുള്ള, പ്രാണൻ നിലനിർത്താനുള്ള സാധനങ്ങളാണ് എങ്കിൽ, ഉൽപ്പന്നങ്ങളാണെങ്കിൽ അവരത് വാങ്ങും. അത് വാങ്ങാതിരിക്കില്ല ഒരിക്കലും. അതുകൊണ്ട് അമേരിക്ക ഉപരോധം എന്നൊക്കെ പറഞ്ഞ് കണ്ണുരുട്ടിയിട്ടൊന്നും കാര്യമില്ല. കടിഞ്ഞാൺ അമേരിക്കയുടെ കയ്യിൽ നിന്ന് പോയി. അതിപ്പോൾ ഫ്രാൻസിൻ്റെയും ഇന്ത്യയുടെയും കയ്യിലാണ് എത്തി നിൽക്കുന്നത്. വളരെ കൃത്യമായിട്ട് ഈ റഷ്യ ഉക്രൈൻ സംഘർഷം പരിഹരിക്കാൻ ഇന്ത്യക്കും ഫ്രാൻസിനും കൂടി സാധിച്ചാൽ അത് വലിയ നേട്ടമാണ്. ഒരു പക്ഷേ ഭാവിയിൽ നൊബേൽ സമ്മാനം പോലും ഈ രണ്ട് രാഷ്ട്ര തലവന്മാരെയും തേടിയെത്തിയേക്കാം. നമ്മൾ കരുതുന്നതിനേക്കാൾ വലിയ നാശമാണ് ഈ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. റഷ്യയും ഉക്രൈനും തമ്മിൽ ഉക്രൈൻ സമ്പൂർണ്ണമായിട്ടും നശിച്ചു കഴിഞ്ഞു. പിന്നെ ഈ അമേരിക്ക കൊടുത്ത ഡ്രോൺ എല്ലാം വെച്ച്, അല്ലെങ്കിൽ തുർക്കിയിൽ നിന്ന് വാങ്ങിച്ച ഡ്രോണൊക്കെ ഉപയോഗിച്ച് റഷ്യയിൽ അവിടെ ഇവിടെയൊക്കെ ചില്ലറ പൊട്ടലും ചീറ്റലും ഒക്കെ നടത്തുന്നേ ഉള്ളൂ. റഷ്യക്ക് കാര്യമായ നാശങ്ങൾ ഉണ്ടാക്കാൻ, റഷ്യയുടെ ആയുധങ്ങൾക്ക്, റഷ്യയുടെ പോർവിമാനങ്ങൾക്കൊക്കെ നാശമുണ്ടാക്കാൻ ഉക്രൈനു സാധിച്ചു. പക്ഷെ റഷ്യയെ തകർക്കാൻ അത് പോരാ. റഷ്യ അത്രയും വലിയൊരു സൈനിക ശക്തിയാണ്. റഷ്യയെ തകർക്കണം. അതാണ് ഈ ട്രംപിന് നടക്കാത്തത്, അദ്ദേഹത്തെ കൊണ്ട് സാധിക്കാത്തത് നരേന്ദ്രമോദിയെ കൊണ്ട് സാധിക്കുമോ? സാധിക്കും. ട്രംപിനില്ലാത്ത ചില മിടുക്ക്, ചില മികവ് നരേന്ദ്രമോദിക്കുണ്ട്. നോക്കൂ, നരേന്ദ്രമോദി ട്രംപിനെ പോലെ ലോകരാഷ്ട്രങ്ങളിൽ പലരെയും വെറുപ്പിച്ച ഒരാളല്ല നരേന്ദ്രമോദി. അങ്ങനെയാണെങ്കിൽ ഈ ചൈന ഇന്ത്യ സൗഹൃദം ഇപ്പോൾ സാധിക്കുമായിരുന്നോ? ഈ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ ഇന്ത്യയും റഷ്യയും ചൈനയും കൂടി ഒരുമിക്കുന്ന ഒരു കാഴ്ച ലോകം കണ്ടല്ലോ. അത് ഈ ട്രംപിനെ പോലെ എന്തും വിളിച്ചു പറഞ്ഞ് ചൈനയുമായിട്ടൊരു വലിയ അകൽച്ചയിൽ, ഒരു വലിയ വൈരാഗ്യത്തിൽ ഇന്ത്യ തുടർന്നിരുന്നെങ്കിൽ ശരിയാണ്, രണ്ട് രാഷ്ട്രങ്ങൾക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. ഇന്ത്യക്ക് മാരകമായ പരിക്കുകൾ ഏൽപ്പിക്കാൻ ശ്രമിച്ച രാഷ്ട്രം തന്നെയാണ് ചൈന. നമ്മളായതുകൊണ്ടാണ് അതിനെ അതിജീവിച്ചത്, ആ വെല്ലുവിളികളെ നേരിട്ടത്. മറ്റേതെങ്കിലും ഒരു രാഷ്ട്രത്തിന് അത് സാധിക്കില്ല. നോക്കൂ, ചൈന സൗഹൃദത്തിന്റെ കരങ്ങൾ നീട്ടുമ്പോഴും ഇന്ത്യ ജപ്പാനുമായിട്ട് അതിനേക്കാൾ വലിയ സൗഹൃദം സ്ഥാപിച്ചതിന് ശേഷം, അതിനേക്കാൾ വലിയ ഒരു ബന്ധം ദൃഢമാക്കിയതിന് ശേഷമാണ് ചൈനയിലേക്ക് പോയത്. അപ്പോൾ ചൈനയ്ക്ക് അറിയാം, ഇന്ത്യയോട് കൈ കൊടുക്കുമ്പോൾ അത് ഒരുപാട് കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും എന്ന് ചൈനയ്ക്ക് അറിയാം. പക്ഷെ ഇന്ത്യയെ ഒരു സുപ്രഭാതത്തിൽ അതിലൂടെ വരിഞ്ഞു കെട്ടാം എന്നുള്ള ഒരു പ്രതീക്ഷ വേണ്ട എന്ന തിരിച്ചറിവും ചൈനയ്ക്കുണ്ട്. കാരണം അപ്പുറത്ത് ജപ്പാനുണ്ട്, ഇപ്പുറത്ത് റഷ്യയുണ്ട്, ഇനി യൂറോപ്യൻ യൂണിയനുമായിട്ട് നല്ല ബന്ധത്തിലാണ്. ചെറിയ രാഷ്ട്രങ്ങളുമായിട്ട്, ലാറ്റിൻ അമേരിക്കൻ, ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ട്, ചെറിയ രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ ഊഷ്മളമായ ബന്ധവും വ്യാപാരവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ചൈനയുടെയും അമേരിക്കയുടെയും വെല്ലുവിളി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമേ അല്ല. അതിനെ അതിജീവിക്കാൻ നമുക്ക്, ആ വെല്ലുവിളി ഉണ്ട്, പ്രതിസന്ധികൾ സൃഷ്ടിക്കും അത്. പക്ഷെ ആ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ബദൽ മാർഗങ്ങൾ ഇന്ത്യ ഉണ്ടാക്കി വച്ചിരിക്കുന്നു. അതിലൊന്നാണ് ഫ്രാൻസുമായിട്ടുള്ള സൗഹൃദം. തീർച്ചയായിട്ടും ഇമാനുവൽ മക്രോണിയും
നരേന്ദ്രമോദിയും കൂടി ഒരുമിച്ച് മുന്നോട്ട് പോയാൽ ഈ റഷ്യ ഉക്രൈൻ സംഘർഷം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ അല്ല, അത് സാധിക്കും. ഉക്രൈൻ തന്നെ പലതവണ ആവർത്തിച്ചിട്ടുണ്ടല്ലോ ഈ നരേന്ദ്രമോദിയുടെ യുദ്ധം ഇടപെടൽ. തുടങ്ങിയപ്പോൾ മുതൽ ഉക്രൈൻ ആവശ്യപ്പെടുന്നതാണ് നരേന്ദ്രമോദി ഇടപെടണം. ഇത് ഉക്രൈൻ മാത്രമല്ല, ഇറാൻ ആവശ്യപ്പെട്ടല്ലോ. ഇസ്രയേലുമായുള്ള സമാധാന ചർച്ചകൾക്ക് നരേന്ദ്രമോദി നേതൃത്വം നൽകണം എന്നാണ്, ഇന്ത്യ നേതൃത്വം നൽകണമെന്നാണ് ഇറാൻ ആവശ്യപ്പെട്ടത്. ഇത് കേവലം ഏതെങ്കിലും 1-2 രാഷ്ട്രങ്ങളാണെങ്കിൽ നമുക്ക് പറയാം അത് മറ്റു ചില സൗഹൃദത്തിന്റെ ഒക്കെ പുറത്താണ്. അങ്ങനെയല്ല, ലോകം മുഴുവനും ഈ ഇന്ത്യയുടെ സൗഹൃദം ആഗ്രഹിക്കുന്നു. ഈ സമാധാന ശ്രമങ്ങൾക്ക് ഇന്ത്യ നേതൃത്വം നൽകണം എന്ന് ആവശ്യപ്പെടുന്നു. അവിടെയാണ് നമ്മൾ നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒക്കെ മിടുക്ക് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ പാരമ്പര്യത്തിന്റെ ശക്തിയാണത്. നമ്മുടെ ചരിത്രപരമായി നാം നേടിയ നേട്ടങ്ങളുടെ ആകത്തുകയാണ്. എന്തായാലും ഒരു കാര്യം സത്യമാണ്, നൊബേൽ സമ്മാനം അത്ര എളുപ്പത്തിൽ ട്രംപിന്റെ കയ്യിലേക്ക് വന്നു ചേരും എന്ന് വിചാരിക്കേണ്ട. റഷ്യ ഉക്രൈൻ സംഘർഷം അവസാനിപ്പിച്ചാൽ, ഇന്ത്യയും ഫ്രാൻസും ചേർന്ന് അവസാനിപ്പിച്ചാൽ, അത് ചരിത്രത്തിന്റെ താളുകളിൽ സുവർണ ലിപികളാൽ എഴുതി ചേർക്കപ്പെടുന്ന ഒരു കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ നൊബേൽ സമ്മാനത്തിന് തച്ചു വെച്ചിരിക്കുന്ന കുപ്പായം എടുത്തണിയാൻ വരട്ടെ, ട്രംപ് കുറച്ചുകൂടി കാത്തിരിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്.